അന്ന് സിനിമയിൽ പ്രവർത്തിക്കുന്ന അത്തരം ആൾക്കാർക്ക് അവർക്ക് കലയെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യാത്മകതയെക്കുറിച്ച്, ജനങ്ങളുടെ മനസ്സിനും ആസ്വാദനത്തെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ധവിശ്വാസമൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ ഗന്ധർവനിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഗന്ധർവൻ എന്ന് പറഞ്ഞ സിനിമ കാണുകയാണ്, പത്മരാജൻ്റെ ലാസ്റ്റ് പടമാണ്. പക്ഷേ എൻ്റെ 10 മിനിറ്റിനുള്ളിൽ ഗന്ധർവൻ ഉണ്ടെന്ന് വിശ്വസിപ്പിക്കാൻ പത്മരാജന് കഴിയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഗന്ധർവനുണ്ട്. അതേപോലെ ഭരതൻ്റെ വൈശാലി എന്ന് പറയുന്ന സിനിമ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ്. അപ്പോൾ ഒരിക്കലും സ്ത്രീകളെ കാണാത്തൊരു മുനി ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അയാൾ കഴിയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യാത്മകമായ കലയുടെ ആ സൗന്ദര്യാത്മകതയും അതിൻ്റെ ആസ്വാദനയൊക്കെ ജനങ്ങളിലേക്ക് പ്രവഹിപ്പിക്കാൻ, അത് പ്രസരിപ്പിക്കാൻ കഴിയുന്ന കലാകാരന്മാരുടെ കാലത്ത് അവർ ഇതേമാതിരി ആശങ്കപ്പെട്ടിരുന്നില്ല. പല അശ്വന്ത് ഗോക, ഉണ്ണി ബ്ലോഗ എന്തെങ്കിലും എഴുതുമെന്ന് ചോദിച്ചുകൊണ്ട് അന്നൊന്നും അവരുണ്ടായിരുന്നില്ല. എങ്കിൽ തന്നെ അവരതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടിരുന്നേ ഇല്ല. കാരണം അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ, അവരുടെ അതിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അവരെ ജനങ്ങൾ സ്വീകരിച്ചിരുന്നു.